നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിൽ നിന്നും ഇന്ധനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസിൽ അത് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സോപ്പ്, ഡിറ്റർജൻറ്റ്, അങ്ങനെ അതിൽ പെടുന്നൊരു കൂട്ടത്തിൽ പെടുന്ന ഒരെണ്ണമാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ധനങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ധനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് ഇന്ധനം എന്നാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ജ്വലനത്തിൻ്റെ ഫലമായി താപോർജ്ജം പുറപ്പെടുവിക്കുന്ന ആൾക്കാർ. ജ്വലനത്തിൻ്റെ ഫലമായി താപോർജ്ജം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണെന്ത്? ഇന്ധനങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇന്ധനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ജ്വലനത്തിൻ്റെ ഫലമായി താപോർജ്ജം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇന്ധനങ്ങൾ. അല്ലെ, ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് കലോറിഫിക് മൂല്യം അഥവാ കലോറിഫിക് വാല്യൂ എന്ന് പറയും. കലോറിഫിക് മൂല്യം അല്ലെങ്കിൽ എന്താണ് കലോറിഫിക് വാല്യൂ. കലോറിഫിക് മൂല്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് കലോറിഫിക് മൂല്യം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ: ഒരു ഇന്ധനം കത്തുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന ഊർജ്ജം എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് കലോറിഫിക് മൂല്യം എന്ന് പറയും. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തിത്തീരുമ്പോൾ നമുക്ക് പുറന്തള്ളപ്പെടുന്ന താപോർജ്ജത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്? കലോറിഫിക് മൂല്യം എന്ന് പറയും. ഇനി കലോറിഫിക് മൂല്യവുമായി ബന്ധപ്പെട്ടൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്: കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്ന ഇതാണ് ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും ആരാണ്? ഹൈഡ്രജൻ ആണ്. ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ. ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. പിന്നെ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട്, ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ഫ്യൂവൽ, ഹരിത ഇന്ധനം. ഗ്രീൻ ഫ്യൂവൽ, ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നതും ആരാണ്? ഹൈഡ്രജനാണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത്, ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഈ ഹരിത ഇന്ധനം എന്ന പോയിന്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം അത് ചോദിക്കുമ്പോൾ ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഓപ്ഷനിൽ CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ CNGയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മലിനീകരണം കുറവുള്ള ഇന്ധനമാണ് ആരെന്ന് പറയുന്നത്? മലിനീകരണം കുറവുള്ള ഇന്ധനമാണ് CNG എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും മലിനീകരണം ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ കത്തുന്നതിൻ്റെ ഫലമായി യാതൊരുവിധ മലിനീകരണവും ഉണ്ടാക്കാത്ത ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തു വെക്കണം, ഗ്രീൻ ഫ്യൂവൽ അഥവാ ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. അപ്പോൾ ഇതിന് സിമിലറായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് റബ്ബ് ചെയ്തിട്ട് എവിടേക്ക് എഴുതാം. സിമിലറായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്: ഗ്രീൻ എനർജി, ഹരിത ഊർജം. ഗ്രീൻ ഫ്യൂവൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആണ്. ഹരിത ഊർജം എന്നറിയപ്പെടുന്ന ഏതാണ്? അതായത് മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത ഊർജ്ജ രൂപം ഏതാണ്? ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നതാണ് സോളാർ എനർജി. അപ്പോൾ ഗ്രീൻ ഫ്യൂവൽ ഹൈഡ്രജൻ ആണ്. ഗ്രീൻ ഫ്യൂവൽ എന്ന് പറയുന്ന ആരാണ്? ഹൈഡ്രജനും. എന്നാൽ ഗ്രീൻ എനർജി എന്ന് പറയുന്ന ഏതാണ്? സോളാർ എനർജി അഥവാ സൗരോർജ്ജമാണ് ഹരിത ഊർജം എന്നറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടും കൂടെ മാറിപ്പോലെ ഹരിത ഊർജം, സൗരോർജം, ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന ആരാണ്? ഹൈഡ്രജനാണ്. ഈ ഇന്ധനങ്ങളെ തന്നെ നമുക്ക് പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവക ഇന്ധനങ്ങളുണ്ട്, വാതക ഇന്ധനങ്ങളുണ്ട്. ഖര ഇന്ധനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൽക്കരി, ഇതൊക്കെ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ അതുപോലെ ദ്രാവക ഇന്ധനങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, ഇതൊക്കെ ദ്രാവക അവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ്. അതുപോലെ വാതക ഇന്ധനങ്ങളുണ്ട്, നമ്മുടെ LPG, CNG, ഇതൊക്കെ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ ഇന്ധനങ്ങളെ നമുക്ക് 3ആയി തരംതിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവക ഇന്ധനങ്ങളുണ്ട്, വാതക ഇന്ധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പല സാഹചര്യങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ തന്നെയാണ് ഖരം, ദ്രാവകം, വാതകമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി അക്കൂട്ടത്തിൽ ഖര ഇന്ധനത്തിൽ പെടുന്ന ഒരാളാണ് കൽക്കരി എന്ന് പറയുന്നത്. കൽക്കരിയെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ കൽക്കരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആദ്യം അറിയേണ്ട ഒരു പോയിൻ്റാണ് കറുത്ത വജ്രം, ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്നതാണ് കൽക്കരി എന്ന് പറയുന്നത്. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം ഏതാണ്? കൽക്കരി. ഇനി കൽക്കരി ഒരു ശിലാരൂപം അല്ലെങ്കിൽ ഒരു ശിലയിൽ റോക്സിൻ്റെ ഡിഫറെൻറ്റ് ഫോമാണ്. ശിലയുടെ ഒരു ഫോമാണ് കൽക്കരി എന്ന് പറയുന്നത്. ഏതുതരം ശിലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്?
കൽക്കരി എന്ന് പറയുന്നത്. അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി. ഇനി കൽക്കരി തന്നെ പല ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആന്ത്രസൈറ്റ്, പീറ്റ്, ബിറ്റുമിൻ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് കൽക്കരിയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി എന്ന് പറയുന്നതാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അതിൽ 94% എന്തടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരി എന്ന് പറയുന്നത് ഏതാണ്? ആന്ത്രസൈറ്റാണ്. ആന്ത്രസൈറ്റിലെ കാർബണിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 94%. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൽക്കരിയുടെ ഏറ്റവും ശുദ്ധമായ രൂപം എന്ന് പറയുന്നതും ഏതാണ്? ആന്ത്രസൈറ്റാണ്. കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരി ആന്ത്രസൈറ്റ്. ഏറ്റവും ശുദ്ധമായ കൽക്കരിയുടെ രൂപം എന്ന് പറയുന്നതാണ് ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റിൽ കാർബണിൻ്റെ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്? 94% അടങ്ങിയിരിക്കുന്നത്. ഇനി കൽക്കരി രൂപപ്പെടുന്നതിൻ്റെ ആദ്യ രൂപമാണ്, കൽക്കരി രൂപപ്പെടുന്നതിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നതാണ് പീറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൽക്കരിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് എന്താണ്? പീറ്റാണ്. ആദ്യ രൂപമായതുകൊണ്ട് തന്നെ അതിൽ കാർബണിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. കാർബണിൻ്റെ അളവ് ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ രൂപമാണ് പീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരി എന്ന് പറയുന്നതാണ് ആന്ത്രസൈറ്റാണ്. എന്നോട് മാറിപ്പോവല്ലേ, കാർബൺ ഏറ്റവും കൂടുതൽ ആന്ത്രസൈറ്റിലും കാർബണിൻ്റെ അളവ് ഏറ്റവും കുറഞ്ഞ കൽക്കരി എന്ന് പറയുന്നതാണ് പീറ്റ്. കൽക്കരിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് പീറ്റ്. കൽക്കരിയുടെ ഏറ്റവും ശുദ്ധമായ രൂപം എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നതാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയുടെ രൂപമാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. രണ്ടും ചോദിക്കുന്നതാണ്. ഹാർഡ് കോൾ എന്ന് പറയുന്നത് ആന്ത്രസൈറ്റും ബ്രൗൺ കോൾ എന്ന് പറയുന്നത് ലിഗ്നൈറ്റുമാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരിയാണ് ബിറ്റുമിനസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി എന്ന് പറയുന്നതാണ് ബിറ്റുമിനസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിറ്റുമിനസ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. കൽക്കരിയുടെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. 94% അതിലെ കാർബണിൻ്റെ അളവെന്ന് പറയുന്നത്. കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടിയ കൽക്കരി എന്ന് പറയുന്നതാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പെട്രോളിയത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. പെട്രോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമിക്കടിയിലെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനമാണ്. അതായത് ഫോസിലുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനമാണ്. അതുകൊണ്ടാണ് ഫോസിൽ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ അവപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനമാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോളിയം അറിയപ്പെടുന്ന മറ്റേ ഫോസിൽ ഇന്ധനം. ഫോസിൽ ഇന്ധനത്തിന് ഉദാഹരണമാണ് പെട്രോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച സയൻറ്റിസ്റ്റാണ് ജോർജ് ബൗർ എന്ന് പറയുന്നത്. പെട്രോളിയം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ബൗർ. ഇനി പെട്രോളിയം അറിയപ്പെടുന്ന മറ്റ് ചില പേരുകളാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, പഠിച്ചു വെക്കേണ്ടതാണ്, എല്ലാം പഠിച്ചു വെക്കണം. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. ശിലാതൈലം, മിനറൽ ഓയിൽ, ഒഴുകുന്ന സ്വർണം, കറുത്ത സ്വർണം. ശിലാതൈലം, മിനറൽ ഓയിൽ, ഒഴുകുന്ന സ്വർണം, കറുത്ത സ്വർണം. അതുപോലെ തന്നെ ഗ്യാസോലിൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ശിലാതൈലം, മിനറൽ ഓയിൽ, ഒഴുകുന്ന സ്വർണം, കറുത്ത സ്വർണം, ഗ്യാസോലിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പെട്രോളിയം. അതിൽ തന്നെ ഈ കറുത്ത സ്വർണം വരുമ്പോഴത്തേക്ക് രണ്ട് ഉത്തരങ്ങൾ വരാം. ബയോളജി ആയിട്ട് കണക്ട് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ പെപ്പർ എന്ന ഓപ്ഷൻ തരാം, കുരുമുളക്. ഈ ഇന്ധനങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ പെട്രോളിയം. അപ്പോൾ ഓപ്ഷൻ നോക്കി മാനേജ് ചെയ്യാന്നുള്ളൂ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. കുരുമുളകും പെട്രോളിയവുമാണ് കറുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്. ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്ന ശുദ്ധീകരിക്കാത്ത പെട്രോളിയത്തിൻ്റെ രൂപത്തിന് പറയുന്ന പേരാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയും. അൺറിഫൈൻഡ് പെട്രോളിയത്തിന് പറയുന്ന പേരാണ് ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പല ഉപ ഉൽപ്പന്നങ്ങൾ, ബൈ പ്രൊഡക്ട്സ് ആയിട്ട് പെട്രോൾ, ഡീസൽ, മണ്ണ്, അങ്ങനെ പല ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധീകരിക്കാത്ത പെട്രോളിയത്തിൻ്റെ രൂപത്തിന് പറയുന്ന പേരാണ് എന്ത്? ക്രൂഡ് ഓയിൽ എന്ന് പറയും. പെട്രോളിയത്തിൻ്റെ റിഫൈനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ പെട്രോളിയം സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ക്രൂഡ് ഓയിലിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് പല ഉൽപ്പന്നങ്ങളായി പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാരഫിൻ, വാക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളായി ലഭിക്കുന്നത്. ഓർത്തിരിക്കണം, ശുദ്ധീകരിക്കാത്ത പെട്രോളിയം എന്ന് പറയുന്നതാണ് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നതാണ് ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം എന്ന് പറയും. അംശിക സ്വേദനം. അപ്പോൾ നമ്മൾ പറഞ്ഞു പെട്രോളിയം, ക്രൂഡ് ഓയിൽ
ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ സംസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളുണ്ടെന്ന് പറയും. അങ്ങനെ ക്രൂഡ് ഓയിലിനെ സംസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നതാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, പാരഫിൻ വാക്സ്, ബെൻസീൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. അപ്പം ക്രൂഡ് ഓയിലിൻ്റെ സംസ്കരണത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, പാരഫിൻ വാക്സ്, ബെൻസീൻ, ക്രൂഡ് ഓയിൽ. മണ്ണെണ്ണയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. പാരഫിൻ വാക്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നതാണ് മണ്ണെണ്ണ. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്ന ആരാണ്? മണ്ണെണ്ണയാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റിന്ധനങ്ങൾ ഡീസലുണ്ട്, പെട്രോളുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് പുറകെ വരാം. പെട്രോളിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഒക്ടേൻ നമ്പർ. പെട്രോളിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഒക്ടേൻ നമ്പർ. അതുപോലെ തന്നെ ഡീസലിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് സീറ്റേൻ നമ്പർ. രണ്ടും കൂടെ മാറിപ്പോകാതെ പഠിച്ചു വെക്കണം. പെട്രോളിൻ്റെ ഗുണനിലവാരം ഒക്ടേൻ നമ്പർ, ഡീസലിൻ്റെ ഗുണനിലവാരം പ്രസ്താവിക്കുന്നത് സീറ്റേൻ നമ്പർ. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ബാരലിന് ഇത്ര രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ബാരൽ എന്ന് പറയുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ബാരൽ. ഒരു ബാരൽ എന്ന് പറയുന്നത് 159 ലിറ്ററിന് തുല്യമാണ്. ആ ഒരു വാല്യൂ ഓർത്ത് വെച്ചോണം. ഒരു ബാരൽ എന്ന് പറയുന്നത് എത്ര ലിറ്ററാണ്? 159 ലിറ്ററിന് തുല്യമാണ് ഒരു ബാരൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ബാരൽ എന്ന് പറയുന്നത്. പെട്രോളിൻ്റെ ഗുണമേന്മ പ്രസ്താവിക്കുന്നത് ഒക്ടേൻ നമ്പറും ഡീസലിൻ്റെ ഗുണമേന്മ പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നതാണ് സീറ്റേൻ നമ്പർ. ഇനി അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ദ്രാവക ഇന്ധനങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത വാതക ഇന്ധനങ്ങളിലേക്കാണ് വരുന്നത്. പ്രധാനപ്പെട്ട വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് LPG, പ്രകൃതിവാതകം, പ്രൊഡ്യൂസർ ഗ്യാസ്, ഹൈഡ്രജൻ എന്നിവയാണ്. ഈ വാതക ഇന്ധനങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. LPGയുടെ പ്രധാന ഘടകം ഏത്, പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏത്, അങ്ങനെ കുക്കിംഗ് ഗ്യാസിലെ പ്രധാന ഘടകം ഏതെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട വാതക ഇന്ധനങ്ങളും അവയിലെ ഘടകങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അവിടുന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, LPGയിലെ പ്രധാന ഘടകം ഏത്, കുക്കിംഗ് ഗ്യാസിലെ പ്രധാന ഘടകം ഏത്, ബയോ ഗ്യാസിലെ പ്രധാന ഘടകം ഏതെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് വാട്ടർ ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതമാണായിരുന്നു പറയുന്നത് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതത്തിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഇനി അടുത്തത് കോൾ ഗ്യാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോൾ ഗ്യാസിലേക്ക് വരുമ്പോഴത്തേക്ക് കോൾ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മീഥേൻ്റെയും മിശ്രിതത്തിന് പറയുന്ന പേരാണ് കോൾ ഗ്യാസ്. അപ്പോൾ വാട്ടർ ഗ്യാസിൻ്റെ കൂടെ എന്തും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ കോൾ ഗ്യാസ് എന്ന് പറയാം. വാട്ടർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ട്. അതിൻ്റെ കൂടെ മീഥേനും കൂടെ അടങ്ങുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൾ ഗ്യാസ്. അപ്പോൾ വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. കോൾ ഗ്യാസിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീഥേനും കൂടെ അടങ്ങുന്നതാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അതുപോലെ ഗോബർ ഗ്യാസിലേക്ക് നമുക്ക് പുറകെ വരാം. പ്രൊഡ്യൂസർ ഗ്യാസിലേക്ക് വന്ന് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും മിശ്രിതമാണായിരുന്നു പറയുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും മിശ്രിതത്തിന് പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ മൂന്നും കൂടെ കമ്പയർ ചെയ്ത് ഓർത്തോണം. വാട്ടർ ഗ്യാസ് ആണെങ്കിലും കോൾ ഗ്യാസ് ആണെങ്കിലും പ്രൊഡ്യൂസർ ഗ്യാസ് ആണെങ്കിലും മൂന്നിലും കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമുണ്ട്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മാത്രമാണ് ഉള്ളതെങ്കിൽ വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടെ മീഥെയ്നാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ കോൾ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടെ നൈട്രജനാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഓർത്ത് വെച്ചോണം.
ഇനി അടുത്ത ഗോബർ ഗ്യാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗോബർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം അല്ലെങ്കിൽ ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്ന് ചോദിക്കും. എന്താണ്? മീഥേനാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി, മീഥേൻ പറഞ്ഞാൽ മതി. ഗോബർ ഗ്യാസിൽ മീഥേനും അടങ്ങിയിട്ടുണ്ട്, പിന്നെ ആരുമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് എൽ പി ജി. എൽ പി ജിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടേൻ, പ്രൊപ്പെയിൻ. എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നതൊക്കെയാണ് ബ്യൂട്ടേനും പ്രൊപ്പെയിനുമാണ്. എന്നാൽ എൽ പി ജിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആരാണ്? ബ്യൂട്ടേനാണ്. എൽ പി ജിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്ന ആരാണ്? ബ്യൂട്ടേനാണ്. അതുപോലെ ചോദിക്കും ഈ എൽ പി ജി സിലിണ്ടറുകളിൽ വാതക ചോർച്ച തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എൽ പി ജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മണമില്ലാത്ത വാതകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ധന ചോർച്ച ഉണ്ടായാൽ നമുക്ക് തിരിച്ചറിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടൊരു സ്മെല്ലിംഗ് ഏജൻറ്റിനെ ഈ എൽ പി ജിയിലേക്ക് ആഡ് ചെയ്താണ് നമുക്ക് വീട്ടിലൊക്കെ സിലിണ്ടർ കിട്ടുമെന്ന് പറയുന്നത്. കാരണം ചോർച്ച ഉണ്ടായാൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു മണം കിട്ടാൻ വേണ്ടി ഒരു സ്മെല്ലിംഗ് ഏജൻറ്റിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എൽ പി ജി വാതക ചോർച്ച തിരിച്ചറിയുവാൻ വേണ്ടി അതിൽ ചേർക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് വാതകം എന്ന് പറയുന്നതാണ് ഈഥൈൽ മെർക്യാപ്റ്റൺ എന്ന് പറയും. എൽ പി ജി വാതക ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്നത് എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൺ. അടുത്തത് പ്രകൃതി വാതകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി വാതകത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് മീഥേൻ, ഈഥേൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ. അപ്പോൾ പ്രകൃതി വാതകത്തിൽ ആരൊക്കെ അടങ്ങിയിട്ടുണ്ട്? മീഥേനുമുണ്ട്, ഈഥേനുമുണ്ട്, പ്രൊപ്പെയിനുമുണ്ട്, ബ്യൂട്ടേനുമുണ്ട്. പക്ഷേ പ്രധാന ഘടകം എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? മീഥേൻ പറഞ്ഞാൽ മതി. അപ്പം എൽ പി ജിയുടെ പ്രധാന ഘടകം ബ്യൂട്ടേനാണ്. പ്രകൃതി വാതകത്തിൻ്റെയും ഗോബർ ഗ്യാസിൻ്റെയും ഒക്കെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? മീഥേനാണ്. അതുപോലെ തന്നെ സിഗരറ്റ് ലാമ്പുകളിൽ അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ബ്യൂട്ടേനാണ്. അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാലാണ് ബ്യൂട്ടേൻ. സിഗരറ്റ് ലൈറ്ററുകളിൽ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടേനാണ് അടങ്ങിയിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ വാതക ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ തീരുകയാണ്.